വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ 3-4 ഫാമിലി കൂടി ഒന്ന് നേരെ പോയതാണ്. പിന്നെ നേരെ വന്ന പാട് ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ആൾക്കാർ എല്ലാവരും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും. പിന്നെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ ആരും വിടില്ലല്ലോ, ഒക്കെ ഓരോരുത്തർ വാങ്ങിക്കലായി. പിന്നെ ക്യാരറ്റ് വാങ്ങിക്കലായി. ക്യാരറ്റൊക്കെ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ, നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി വില കൂടുതലാണ് ക്യാരറ്റ്. പിന്നെ നേരെ വന്നത് എക്കോ പോയിന്റിലാണ്. എല്ലാവരും ഇറങ്ങിയില്ല കേട്ടോ, കുറേ പേര് വണ്ടിയിലിരിക്കും, കുറച്ച് പേരൊക്കെ അവിടെ വന്ന് സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പിന്നെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ, കുറച്ച് പേരൊക്കെ വണ്ടിയിലിരിക്കും, കുറച്ച് പേരൊക്കെയാണ് ഇങ്ങനെ. പിന്നെ ബ്ലാക്ക്ബെറി തോട്ടത്തിൽ വന്നു. അതുകൂടാതെ തന്നെ ഇത് ക്യാബേജാണ്. പക്ഷേ ക്യാബേജ് ഇപ്പോൾ സീസണല്ലാന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. ബീൻസൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൂക്കളായിട്ട് ഇതായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബീൻസ് ഉണ്ടായി തുടങ്ങിയിട്ടില്ല, ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് വന്ന്. അപ്പോൾ എല്ലാവരും അകത്താണ് ഇരിക്കുന്നത്, ഞാനിവിടെ പുറത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പോൾ അവിടെ വന്നിട്ടും യാത്ര തുടങ്ങാണ്. അപ്പോൾ ചെറിയൊരു പാട്ട് പാടണമെന്ന് തോന്നി. അങ്ങനെ എല്ലാവരും പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞ് ചെറിയൊരു പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യപ്പെട്ട് പാട്ട് പാടോ കിടന്ന് ഉറങ്ങോ എന്തുകൊണ്ട് ചെയ്യുക. കാരണം നമ്മൾ വിളിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് പുതിയ വണ്ടിയാണ്, നല്ല തണുപ്പുള്ള വണ്ടി, പുതിയ വണ്ടി, നമ്മുടെ വിൻസെൻറ്റിൻ്റെ വണ്ടിയാണ്. വണ്ടി ഓടിച്ചതാണെങ്കിലും വിൻസെൻറ്റിൻ്റെ മകനാണ് ഉണ്ണി. നമുക്ക് ഇതിനു മുമ്പും പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഡ്രൈവിംഗ് ആണ്. അതുകൊണ്ടാണ് ആ വണ്ടി എന്നെ വീണ്ടും വിളിക്കാൻ കാരണം. അപ്പോൾ വണ്ടിയിലുള്ള എല്ലാവരും പറഞ്ഞു ഇനി നമ്മൾ എവിടെ ലോങ് യാത്ര പോയാലും നമുക്ക് ഉണ്ണിനെ തന്നെ വിളിക്കാമെന്ന് വീണ്ടും എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വട്ടവട ചെന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറൊരു ജീപ്പിലാണ് ഞങ്ങൾ പിന്നെ ഒരു യാത്ര ചെയ്ത്.